ഞാൻ സജി ശ്രീവത്സം. ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ ജീവിതവും സംഗീതവും പ്രതിപാദിക്കുന്ന ഞാൻ എഴുതിയ പുസ്തകമാണ് സത് സാർവഭൗമ. ഈ പുസ്തകം എത്ര നാളുകൊണ്ടാണ് എഴുതിയത്? പുസ്തകം എഴുതാൻ 6 മാസത്തോളം എടുത്തു. വനജാക്ഷി റോ എന്ന പ്രശസ്തമായ കല്യാണി വർണ്ണത്തിലാണ് പാടി തുടങ്ങിയത്. രാഗാലാപനം സംഗീത ആരാധകരുടെയും സംഗീത ഗുരുക്കന്മാരുടെയും മനസ്സിനെ നിമിഷങ്ങൾക്കകം സ്പർശിച്ചു. കുട്ടിയുടെ ആലാപനത്തിൻ്റെ വശ്യതയിൽ സദസ്സ് വിസ്മയം പൂണ്ടു. വർണ്ണം കഴിഞ്ഞ് ജഗന്മോഹിനി രാഗത്തിലെ പ്രശസ്തമായ ത്യാഗരാജ കീർത്തനം ശോഭില്ലു സപ്തസ്വര. ആ സംഗീതധാര നിർത്താൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. കുട്ടി പാടിക്കൊണ്ടേയിരുന്നു. ഒരു സംഗീത വിശാരദനെ പോലെ കച്ചേരിയുടെ എല്ലാ സമ്പ്രദായങ്ങളിലൂടെയും അവൻ കടന്നുപോയി. മണിക്കൂറുകൾ പിന്നിട്ടത് ആരും അറിഞ്ഞില്ല. അരമണിക്കൂർ നിശ്ചയിച്ച കച്ചേരി അങ്ങനെ 2.5 മണിക്കൂറിലേറെ നീണ്ടു എന്നാണ് അനുഭവസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മഹാനായ സംഗീതജ്ഞൻ്റെ പിറവിക്കും സംഗീത ചരിത്രത്തിലെ സമാനതയില്ലാത്ത വിസ്മയത്തിനും വേദിയാവുകയായിരുന്നു അന്ന് വിജയവാഡ. കച്ചേരി കഴിഞ്ഞപ്പോൾ എല്ലാവരേക്കാളും അത്ഭുതം പൂണ്ടത് ഗുരു തന്നെയായിരുന്നു. കുട്ടിയെ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ച് അദ്ദേഹം 2 വാക്ക് പറയാനായി മൈക്കിനടുത്തേക്ക് എത്തിയെങ്കിലും കുട്ടി കരഞ്ഞുപോയി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹരികഥാകാരനായിരുന്ന മുസ്തനൂരി സൂര്യനാരായണ ഭാഗവതർ കുട്ടിയെ പ്രകീർത്തിക്കാനായി സ്റ്റേജിൽ കയറി. ഗുരു കരഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തിയിരിക്കുന്ന കുട്ടിയെ നോക്കി അദ്ദേഹം വികാരധീനനായി പറഞ്ഞു, ഇന്നിവിടെ പാടിയത് കുട്ടിയായ ഈ മുരളീകൃഷ്ണനല്ല, വൃന്ദാവനത്തിലെ ബാലമുരളീകൃഷ്ണനാണ്. അതുകൊണ്ട് ഇവനെ ബാലമുരളീകൃഷ്ണ എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും അത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കൈയടിച്ച് സമ്മതിച്ചു. പിതാവ് വയലിൻ മകനെ പഠിപ്പിച്ചിട്ടില്ല, അതിൽ തൊടുവിച്ചിട്ടു പോലുമില്ല. വായിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. അതിൽ തൊടാൻ അവകാശമില്ല. എന്നാൽ കുട്ടിക്ക് അതിനോടുള്ള കൗതുകം വിട്ടുമാറുന്നുമില്ല. അത് വായിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട്. മനസ്സിൽ വയലിൻ വായിക്കുമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരിക്കൽ പിതാവ് വീട്ടിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. അന്ന് വരില്ല. അത് വളരെ സൗകര്യമായി. അന്ന് വയലിനടുത്ത് വായിക്കാൻ തീരുമാനിച്ചു. വളർത്തമ്മ അറിയാതെ രഹസ്യമായി അച്ഛൻ്റെ മുറിയിൽ കയറി വയലിനടുത്ത് അനായാസം വായിച്ചു. ഒരു കീർത്തനമാണ് വായിച്ചത്. നേരത്തെ ഒരിക്കലും വയലിൻ വായിക്കാത്ത കുട്ടി മനോഹരമായി വയലിൻ വായിക്കുന്നത് സുബ്ബമ്മയെ അത്ഭുതപ്പെടുത്തി. അവർ സ്തബ്ധയായി നിന്നുപോയി. ഈ കുട്ടി എങ്ങനെ വായിക്കുന്നു? ഇവനിൽ ദിവ്യത്വം തന്നെയാണ് ഉള്ളതെന്ന് അവർ വിശ്വസിച്ചു. പിതാവ് വന്നപ്പോൾ അവർ ഭയപ്പാടോടെയും അത്ഭുതത്തോടെയും ഇക്കാര്യം പറഞ്ഞു. കുട്ടി വയലിനെടുത്ത് വായിച്ചു. ഇത് വിശ്വസിക്കാനാവാതെ പിതാവ് വിളിപ്പിച്ചു. എന്നിട്ട് വായിക്കാൻ പറഞ്ഞു. കുട്ടി വായിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്കെത്ര വയസ്സായി? ഒരു കന്നുകുട്ടിയുടെ പ്രായമല്ലേ നിനക്കുള്ളൂ? പഠിക്കാതെ നീ ഇതെങ്ങനെ വായിക്കുന്നു? അതിനുത്തരം പറഞ്ഞു കൊടുക്കാൻ പോലും കുട്ടിയായ ബാലമുരളീകൃഷ്ണയ്ക്ക് കഴിയുമായിരുന്നില്ല. ഏറെ ആദരവോടെ
ഏറ്റുവാങ്ങുന്നത് കലാനിധിയിലെ ഗുരുസ്ഥാനീയനായ പ്രൊഫസർ കുമാർ കേരളവർമ്മ സാറാണ്. വേദിയിലേക്ക് സെൻട്രൽ വരാം. ഇടയ്ക്ക് നിൽക്കായി സജി സജി ഇതിൻ്റെ ഇടയിൽ നോക്കിയോ. ചേർന്നേക്ക് ഞാൻ പ്രോഗ്രാം വെച്ചായിട്ട് വർക്ക് ചെയ്തപ്പോഴുള്ള പരിചയമാണ്. നല്ല കലാകാരനാണ് കൃഷ്ണകുമാർ. മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ സജി ശ്രീവത്സം, സീനിയർ സബ് എഡിറ്റർ, മാധ്യമം, തിരുവനന്തപുരം. നിലപാടുകളുടെ വ്യക്തത, പത്രപ്രവർത്തനത്തിന്റെ ഉദ്ദേശശുദ്ധി. മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരത്തിന് കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സന്തോഷ് കപൂർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവർത്തനം കാഴ്ചവെച്ച നിതിൻ AF ആരോഗ്യ സേവന പ്രവർത്തകർക്ക് ഉത്തമ മാതൃകയാണ്. ശ്രീ നിതിൻ AFന് കലാനിധിയുടെ ആരോഗ്യരത്ന പുരസ്കാരം പൊന്നാട സമർപ്പിക്കുവാൻ വേണ്ടി